ഫീ കുല്ലി സനത്തിൻ മറ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ആ മുടി പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു ആ മഹാൻ. യൗമ താസി മിൻ ശഹ്രി റബീഉൽ അവ്വലി, റബീഉൽ അവ്വൽ മാസം 9ാമത്തെ ദിവസം. വയജ്തമഉ ഇൻദഹു നാസുൻ കസീറൂന മിനൽ ഉലമായി വസ്സുലഹായി, ധാരാളം ആലിമീങ്ങളും സജ്ജനങ്ങളും അവിടെ അന്ന് സംഘടിക്കാറുണ്ട്. വയഅമലൂന സ്വലവാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഹൽഖ നടത്താറുണ്ട്. വദിക്രി ദിക്ർ ഹൽഖ നടത്താറുണ്ട്. അങ്ങനെ ഒന്നായിട്ട് സലാത്ത് ചൊല്ലലുണ്ട്, ദിക്ർ ചൊല്ലലുണ്ട്. വത്തവാജിദി അലാ ദാലിക, അതിന്റെ പേരിൽ അവർ പ്രേമം പ്രകടിപ്പിച്ച് അവരതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. വഅന്നതിൽ കസ്സഅറത, ആ മുടി ഫീ വിആഇൻ മിനദ് ദഹബി, പൊന്നിന്റെ ഒരു തകിടത്തിലാണ് സൂക്ഷിച്ചത്. യളഊനഹു ഫിൽ മിസ്കി, അത് കസ്തൂരിയിലാണ് വെച്ചത്. വൽ അംബരി, അംബറിലുമാണ് വെച്ചത്. വഅഖ്ബറനി, ആ മഹാൻ എന്നോട് പറഞ്ഞു ഐലൻ വീണ്ടും, അന്നതിൽ കസ്സഅറത, ആ പുണ്യകേശം റുബമാ തതഹറകു ബിനഫ്സിഹാ, അത് സ്വന്തം തന്നെ ചലിക്കാറുണ്ട്, ആടാറുണ്ട്. വഅന്നഹു റഹഉ ദാലിക, അത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. വഅന്നഹു അഖ്ബറഹു മൻ ഇൻദഹു ബഅദു ശഅറാത്തി, അദ്ദേഹത്തോട് മുടികൾ പലതും ഉള്ള ചില ആളുകൾ പറഞ്ഞു, അന്നഹാ തതൂലു, ആ മുടി നീളുന്നുണ്ട്. വയതവല്ലദു മിൻഹാ ശഅബുൻ ഗൈറുഹാ, അതല്ലാത്ത ശാഖകൾ ആ മുടിയിൽ നിന്ന് പൊട്ടി പൊട്ടി എണ്ണം വർദ്ധിക്കുന്നുണ്ട്. വകുല്ലു ദാലിക ലൈസ ബിഅജീബിൽ, അബ്ദുൽ ഗനി നബൽ സല്ലല്ലാഹു പറയാൻ, വകുല്ലു ദാലിക ലൈസ ബിഅജീബിൽ, ഇതൊന്നും തന്നെ നിങ്ങൾ വലിയ അത്ഭുതമായി മനസ്സിലാക്കണ്ട കേട്ടോ. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലഹുൽ ഹയാത്തുൽ അളീമ, നബി തങ്ങൾക്ക് മഹത്തായ ജീവിതമുണ്ട്. അർ-റബ്ബാനിയത്തു സാരിയത്തു ഫീ ജമീഇ അജ്സാഇഹി ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജഡത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന അതാ റബ്ബാനിയായ മഹത്തായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ട്. وقد نقل بعض المؤرخين بأن الملك العادل نور الدين الشهيد كان عنده في خزائنه شعرات من شعر النبي صلى الله عليه وسلم. ചില ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, മലിക് ആദിൽ നൂറുദ്ദീൻ ഷഹീദ്, അദ്ദേഹത്തിന്റെ ഖജനാവിൽ കുറെ മുടികൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടികളിൽ. അന്നഹു ലമ്മാ മാത, അദ്ദേഹം മരണപ്പെടുമ്പോൾ ഔസാദിഹം വസിയത്ത് ചെയ്തു, അൻ തൂദഅ ഫീ ഐനൈഹി, കണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം വെക്കണമെന്ന്. വഅന്നഹൽ ആന മൗദൂഅത്തുൻ ഫീ ഐനൈഹി മഅഹു ഫീ ഖബ്രിഹി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ മുടി വെക്കപ്പെട്ട നിലക്കാണ് അദ്ദേഹം ഖബറിൽ ഉള്ളത്. വഖാലു, ചരിത്രകാരന്മാർ പറഞ്ഞു, യംബഗി ലിമൻ യസൂറുഹു, അദ്ദേഹത്തെ സന്ദർശിക്കുന്നവർക്ക് അത്യാവശ്യമാണ് അദ്ദേഹത്തെ സിയാറത്ത് ചെയ്തുള്ള ബർക്കത്തിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അദ്ദേഹത്തിന്റെ കണ്ണിൽ വെച്ചതുകൊണ്ട് അതും കൂടി സന്ദർശിക്കുന്ന ബർക്കത്ത് ഉദ്ദേശിക്കൽ അത്യാവശ്യമാണ്. വഹുവൽ ആന മദ്ഫൂനുൻ ഇൻദനാ, ആ മഹാൻ ഇപ്പോൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അഥവാ ഇപ്പോൾ അതാ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്നത് ഫീ ദിമസ്കസ്, ശാം, ഡമസ്കസിലാണ്, സിറിയയിലുള്ള ഫീ മദ്രസതിഹി അല്ലതി ബനാഹാ ലിൽ ഉലമാഇ വത്തലബതി, അവിടെ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത മദ്രസയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. വഅലൈഹി ഖുബ്ബത്തുൻ റഫീയത്തുൽ ബിനായി, ആ ജാലത്തിന്റെ മേലെ പടുകൂറ്റൻ ഖുബ്ബയുണ്ട്. അപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം അവിടുത്തെ ശരീരത്തിൽ പിരിഞ്ഞ് അവിടുന്ന് വഫാത്തായതിന് ശേഷം തന്നെ അത് നീളുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നോ, അതിന് ശാഖ പൊട്ടി അതിങ്ങനെ എണ്ണം വർദ്ധിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടെന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസ് റളിയല്ലാഹു അൻഹു, അതാ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ ബിഹാർ ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഅദി പറഞ്ഞത് ഹഖാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരാള് ചോദിച്ച്, അങ്ങനെ മുടി വളരുകയാണെങ്കിൽ ഒരു സ്ഥലത്തുള്ള മുടി വളർന്ന് മറ്റേ സ്ഥലത്തുള്ള മുടി എന്താ വളരാത്ത? അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഒരു മുടി വളർന്ന് മറ്റേ മുടി എന്താ വളരാത്ത?
ഇങ്ങനൊരു സംശയം ചോദിച്ചു. സംശയം എന്ത് ചോദിക്കാലോ, എങ്ങനെ ചോദിക്കാം സംശയം, എങ്ങനെയും സംശയം ചോദിക്കാം. അതിനൊക്കെ മറുപടി ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടുവരും. ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. ഒരാള് നന്നായിട്ട് ഷെയ്വ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് അയാൾ ബാർബർ ഷാപ്പിൽ ചെന്നിട്ട് കണ്ണാടിയിലൊന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, ഒരു മുടിക്ക് നീളം കൂടുതൽ, ഒന്നിന് കുറവ്. സ്വന്തം താടിമേലുള്ളത് ഒന്നിന് അമോണിയം ചേർത്ത് മറ്റേന് ചാണകെട്ടൊന്നല്ല, ഒന്നിന് നീളം കൂടുതൽ, ഒന്നിന് കുറവ്. ആളുകൾ പറയല്ലേ താടി ഒപ്പിക്കാൻ പോവാന്നാ. എന്തിനോടായി ഒപ്പിക്കുന്നത്? എല്ലാം ഒരുപോലെ ആക്കാൻ വേണ്ടി പോവാന്നാ ഒപ്പിക്കാൻ. അത് അങ്ങനെ ഉണ്ടല്ലോ, തസ്വിയത്തുൽ ഖബൂർ തന്നെയായി. അത് ഖബർ ഒപ്പിക്കാന്ന് എൻ്റെ അർത്ഥം. എല്ലാം ഒരേ ചാണ് ഉയരത്തിന്റെ മേലും ഒപ്പിക്കാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എന്നെ ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ചൂട് ഇരിക്കട്ടെ. അപ്പൊ താടി ഒപ്പിക്കാനാൽ നീളം ഒപ്പിക്കാന്നാ താടിന്റെ. അങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെ ഒപ്പിക്കുന്നത്? അത് പിന്നെ മുളച്ചു നോക്കുമ്പോൾ ഒത്തിട്ടല്ല ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് നീളം കൂടുതൽ, ഒന്ന് കുറവ്, ഇങ്ങനെ. അപ്പോ അതെന്തേ? ഒരേ മുഖത്തുള്ള രോമല്ലേ, പിന്നെ എന്തെങ്ങനെയാകുന്നത്? അതിന്റെ മറുപടി അപ്പുറത്തുള്ളവരാ പറയണ്ടേ, ഞാനല്ല. ഇനി സംശയം എന്ത് ചോദിച്ചൂടെ? എന്റെ കാക്ക ചോദിച്ചതുപോലെ 85 വയസ്സുണ്ട്, കാലിന്റെ മുട്ടിന് ഭയങ്കര വേദന, ഡോക്ടർമാർക്ക് മുഴുവൻ കാണിച്ച് അവസാനം ഡോക്ടർ ഗുളികയെല്ലാം കൊടുത്ത് മാറുന്നില്ല. എന്താ ഡോക്ടറെ ഇതൊക്കെ ചെയ്തിട്ട് മാറാത്ത? വയസ്സ് കുറെ ആയില്ല ചേരെ. ഇപ്പുറത്തെ കാലിനും വയസ്സ് അങ്ങനെ തന്നെയല്ലേ? ശരിയാണ്, വയസ്സ് 2 കാലിനും, ഒരു കാലിന് വേദന ഇല്ലാലോ. അത് അയാളൊരു സംശയമാണ്. സംശയം ആർക്കും എന്തും ചോദിക്കാം. ഇനിയോ മുജാഹിദീങ്ങൾ ചോദിക്കുന്ന സംശയം, സലഫീന്റെ ഒരു ചോദ്യം. അതെന്താ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെടുത്ത് ചെന്നപ്പോ അവിടുന്ന് പദ്യം ചൊല്ലിയപ്പോ കൈ നീട്ടിക്കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ച് ചുംബിക്കാൻ സുയൂത്ത് ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് ആ സംഭവം. അപ്പൊ സലഫിക്ക് ഒരു ചോദ്യം ഉണ്ട് അവിടെ. ആ സലഫിന്റെ ചോദ്യം, അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനല്ലേ ആദ്യം നീട്ടിക്കൊടുക്കേണ്ടത്? അതിനെ കാണും വലിയ ആൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? സലഫിന്റെ ചോദ്യമാണ്. അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നവർക്ക് ചോദ്യം പലതും ചോദിക്കാം. അതിനൊക്കെ മറുപടി ഉണ്ടേ, മറുപടി ഇല്ലാതെ വിചാരിക്കണ്ട. കാറ്റ എത്ര ദൂരെയും സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരുന്ന ഖുർആനിലുണ്ട്. അപ്പൊ ഒരു സലഫിക്ക് ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോകാൻ ഒട്ടകപ്പുറത്ത് പോണ്ടീനാ? കാരണം അന്നേരം കാറ്റില്ലായിനോ? സുലൈമാൻ നബിനെ കാണുമ്പോൾ ബഹുമാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടെന്ന് കാറ്റിന് പോവാതെ ഒട്ടകപ്പുറത്ത് പോയത്? അപ്പൊ ഖുർആനിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് സലഫിക്ക് തന്നെ പറയാം. അങ്ങനെയുള്ള തെളിവിന്റെ കോലാണ്, മുജാഹിദിന്റെ തെളിവിന്റെ കോലാണ്. ആ സലഫിക്ക് തന്നെ പറയാം. അത് നമ്മളെ പാട്ടുകാരുന്ന സലഫി പറഞ്ഞ ന്യായ. അയാൾക്ക് ഇങ്ങനെ ഖുർആൻ നിഷേധിക്കുക ഇതേ ന്യായത്തിൽ. വേറൊരു ജമാഅത്തുകാരനൊരു ചോദ്യം, ഉദാഹരണം പറയാം. എന്താ ഉള്ള തന്നെയാ, എല്ലാവരും ഒന്നാക്കണ്ട, ഉള്ള തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ആസിബ് റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം കടന്നലിനെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു കറാമത്ത് കാണിച്ചു വന്നു. ഇപ്പൊ പ്രബോധനത്തിന്റെ ചോദ്യം, എന്നാ പിന്നെ കൊല്ലാൻ വരുമ്പോ തന്നെ കാണിച്ചുകൂടെ എനിക്ക് കറാമത്ത്? മരിച്ചതിന്റെ ഷഹീദായിട്ട് കാണിക്കണോ? ഒരു ചോദ്യ. പക്ഷേ ഷഹീദായി മരിക്കാന്നുള്ള ഒരു കറാമത്താ. അക്കറാമത്ത് വലിയ ലാഭമുള്ള കറാമത്താ. അതിന് ലാഭമുള്ള കറാമത്തിന് നഷ്ടമുള്ള കറാമത്ത് കൊണ്ടിരുന്നു. അതൊന്നും പഠിച്ചിട്ടല്ലല്ലോ ഇവരെ ചോദ്യം. അതുപോലെ ആർക്കും ചോദിക്കാം. ഇനി വേറൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ട് രക്തം വന്നിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസ്. നേരെ അപ്പുറത്ത് വേറൊരു ഹദീസ്. എന്താ അറിയോ? അബ്ദുല്ലാഹി ബിൻ അത്തീഖ് റളിയല്ലാഹുവിന്റെ കാല് മുറിഞ്ഞി, സലമത്ത് ബിൻ അക്വ റളിയല്ലാഹുവിന്റെ ശരീരം മുറിഞ്ഞി. ഫനഫസ ഫീ സലാസ നഫസാത്ത്, 3 ഊത്തൂതിയപ്പോ അങ്ങനെ തന്നെ അങ്ങ് ഉണങ്ങിപ്പോയി. എന്നാ പിന്നെ മുമ്പല്ല് കൂട്ടും ഒറ്റ ഊത്തൂതിയാ പോരായിരുന്നു. സംശയ. ഈ സംശയങ്ങളൊക്കെ കുഫറിന്റെ സംശയമാണ്, ശരിയായ കുഫർ. എന്തുകൊണ്ട്? എന്താ മുഅ്ജിസത്ത് എന്ന് പഠിക്കാത്തതുകൊണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഖവാരിഖുൽ ആദത്ത്, അത് അസാധാരണ സംഭവം. അത് അല്ലാഹു തആല നിശ്ചയിച്ചതനുസരിച്ച് ഒരു സ്ഥലത്ത് നടന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നടന്നുകൊള്ളണം എന്നില്ല. ഒരു സ്ഥലത്ത് നടക്കാത്തത് കൊണ്ട് നടന്നതിനെ നിഷേധിക്കാനും പറ്റൂല. ഇനി വേറൊരു സംശയം, ഒരു കാഫറിന്റെ സംശയം. ബദറിൽ 5000 മലക്കുകൾ ഇറങ്ങി. ഓക്കെ, ഖുർആനിലുള്ളതാ. വേറൊരു കാഫറിന്റെ സംശയം, ഉഹദില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വല്ലാതെ വിഷമിച്ചില്ലേ? ആ വിഷമിച്ച്. അപ്പൊ എന്തേ മലക്കുകൾ ഇറങ്ങാതിരുന്നത്? അപ്പൊ അള്ളാഹ്ക്ക് മലക്കുകൾക്ക് ഞെരിക്കായിരുന്നു? ഒറ്റ മലക്കിനെ അള്ളാഹ് കിട്ടിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത്. എന്തേ മലക്കുകൾ ഇറങ്ങാഞ്ഞ്? ഒരു കാഫറിന്റെ സംശയ. അതിന്റെ മറുപടി എന്താ? അതിന്റെ മറുപടി, ബദറിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് അവിടെ ഇറക്കി കൊടുത്തു. അതേ സമയത്ത് ഉഹദിൽ ഇറക്കിയിട്ടില്ല. ഉഹദിൽ ഇറക്കാത്തത് കൊണ്ട് ബദറിൽ ഇറക്കിയതിനെ നിഷേധിച്ചാൽ കാഫറാണ്, ഖുർആൻ നിഷേധിച്ച കാഫറാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല ഇക്റാമൻ, ബഹുമാനത്തിന്റെ നിലക്ക് കൊടുക്കുന്ന ചില സംഗതികൾ ഒരു സ്ഥലത്ത് ഇല്ല എന്നതിന്റെ പേരിൽ മറ്റൊരു സ്ഥലത്ത് ഉള്ളതിനെ നിഷേധിക്കുന്നത് കുഫറാൻ. ഇതുപോലെ ഔലിയാക്കളുടെ കറാമത്ത് ഒരു സ്ഥലത്ത് ഉണ്ടായത് പറയുമ്പോൾ മറ്റേ സ്ഥലത്ത് കാണാത്തതും ചോദിക്കുന്നത് കുഫറാൻ. ഖുർആൻ നിഷേധമാണ്, ഹദീസ് നിഷേധമാണ്.
അത് ഈമാനില്ലാത്തവന്റെ ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ച് ആരും ഈമാൻ തെറ്റിച്ച് കളയരുത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ചോദിച്ചതിൽ പെട്ടിട്ടില്ലെങ്കിലും വിശദീകരണത്തിൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ വലിയ പ്രശ്നം നെറ്റിലുള്ള ഒരു ഫോട്ടോയാണ്. അങ്ങനെ നെറ്റിലുള്ള ഫോട്ടോകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇസ്ലാമിലെ തെളിവ് ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അത് പഠിച്ചവര് ഇമാമികൾ. ആ ഇമാമിങ്ങൾ പറഞ്ഞ കിതാബ് ഫത്ഹുൽ ബരീദ് എല്ലാ മുത്തലിമയും പറയും. നമ്മൾ മുഖല്ലിദീങ്ങൾ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞ് സ്വീകരിക്കുക. നമുക്കതാണ് നമ്മൾ പഠിച്ചത്. ആ ഇമാമിങ്ങൾ പഠിപ്പിച്ചതോ അതാണ് നമ്മളെ ആലിമീങ്ങൾ ഉസ്താദുമാരെ നമുക്ക് പറഞ്ഞു തന്നത്. അത് വിശ്വസിക്കുന്നത്, അതാണ് നമ്മളെ തെളിവ്. ഇമാമിങ്ങളെ കിതാബ്. കാരണം ഇമാമിങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ പഠിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരാണ്. അങ്ങനെ നമ്മൾ ഇമാമിങ്ങളെ പിന്തുടർന്ന് നമ്മൾ പേച്ചു പോകാതിരിക്കാനാണ്. അപ്പൊ ഇമാമിങ്ങളെ കിതാബിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നെറ്റിൽ എന്തെന്നാ കാണിച്ചുകൂടാച്ച പേരോട് അത് എന്റെ എതിരാളികൾ മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാ. അത് തുറന്നാൽ എന്നെ ചീത്ത പറയുന്ന കേൾക്കുക. അതിന്റെ പുറമെ ഞാൻ കേട്ടതാ, ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊരാൾ പറഞ്ഞ പേരോട് തന്നെ ഒരു സാധനം ഉണ്ട്, ഞാൻ ഇത് ഓർക്കാൻ പോകില്ല. ഈ പേരോട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ തീർത്തും നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ CD കട്ടിട്ട് ക്ലിപ്പ് വെക്കലാണ് അതിൽ കാര്യമായിട്ടുള്ളത് എന്നോടൊരാൾ പറഞ്ഞാണ്. ഏത് തോന്നിവാസവും ചെയ്തൂടെ അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്തവർക്ക്? അപ്പൊ നെറ്റിൽ എന്താ കാണിച്ചുകൂടാത്തത്? ഒരു നെറ്റ് മുജാഹിദിന്റെ നെറ്റ് ഞാൻ കണ്ടു. എന്താ ചെയ്തറിയോ? കാന്തപുര ഉസ്താദിന് നീണ്ട മുടി വെച്ചിട്ട് മുട്ടോളാക്കുന്ന മുടി, കാന്തപുര ഉസ്താദ് മുടി വെച്ചിട്ട് ഒരു നെറ്റില് ഞാൻ കണ്ടതാ. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വിതരണം, എന്റെ കയ്യിലുണ്ട്. ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യും. നെറ്റിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ കഴിയൂലേ? അവൻ നെറ്റിൽ തോന്നിവാസം കാണിച്ചാൽ അവക്കോട് തെളിവാകും. നമ്മക്ക് തെളിവ്, നമ്മൾക്ക് അല്ലാഹു തആല ഹവാസ് കണ്ണുകൊണ്ട് നേരിൽ കണ്ടാൽ ആ കണ്ടതൊക്കെയാണ് കണ്ടേന്നെ. അത് പിന്നെ മുജാഹിദീങ്ങളെ പോലെ മാസം കണ്ടാൽ ഞങ്ങൾ എടുക്കൂല, കണക്ക് നോക്കുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കണ്ണുകൊണ്ട് കണ്ടാല് അത് കണ്ടേന്നെ, കണക്കൊക്കണ്ടില്ല. പിന്നെ കാതുകൊണ്ട് നേരിൽ കേട്ടാൽ അത് സ്വീകരിക്കാം. കേട്ടുള്ളത് സ്വീകരിക്കാം, കേട്ടെല്ലാം സ്വീകരിക്കാന്നല്ല കേട്ടോ, കേട്ടുള്ളത് സ്വീകരിക്കാം. ഇങ്ങനെ അതിന് പടച്ചറബ് പറഞ്ഞ നിയമമുണ്ട്. നെറ്റിലൊക്കെ എന്ത് കോലവും കാണിക്കാൻ പറ്റും. ഫോട്ടോ ഏത് നിലക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഏത് നിലക്ക് വേണം, അതൊന്നും കണ്ടിട്ട് ആളുകൾ വിശ്വസിച്ച് പെട്ടുപോകരുത്. വസ്തുത എന്താണെന്ന് നേരിൽ പോയാൽ, നേരിൽ കാണിച്ച് കൊടുത്താൽ, നേരിൽ കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഹക്കായ ഒരു കാര്യം, ഒരു വിശ്വസ്തനായ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ശറഇന്റെ ദലീലിന് എതിരാകാത്ത കാലത്തോളം ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇമാമിങ്ങൾ കിതാബുകളിൽ പറഞ്ഞതിനെതിരാണോ അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇമാമുകൾ കിതാബുകൾ പറഞ്ഞതിന് അനുകൂലമാണോ നമ്മളൊരു വിഷയത്തെയും ചോദ്യം ചെയ്യൂല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. ഈ മുജാഹിദീങ്ങളെ പരിപാടി എന്താ വെച്ചാൽ, പണ്ട് കാലത്തുള്ള ഓരോ പത്രത്തിലൊക്കെ വന്ന റിപ്പോർട്ട് ഉണ്ടാവും, അത് എടുത്തു വെക്കുക. അന്നേരം ഒന്നും പറയില്ല. ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് എടുത്ത് മുന്നിലിടുക. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ അന്ന് എന്തായിരുന്നു ആ സംഭവം. ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മളിത് ആലോചിച്ചിങ്ങനെ നടക്കുക. നമുക്ക് വേറെ 100 പണിയില്ലേ, ഇവരെ പരിപ്പിത്തണ്ടാക്കല പണി. അപ്പൊ പഴയ ഒരു മാതൃഭൂമി കൊണ്ടുവരാ. അതിലെന്താ ഉള്ളത്? വായിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ പറഞ്ഞങ്ങട്ട് ഗൗരവം കൂട്ടുക, ഭയങ്കര ഗൗരവം കൂട്ടുന്ന കേട്ടാ തോന്നും, ഓ ഇവിടെ എന്തോ ആകാശത്തിന് വലിയ വീണിട്ടുണ്ടെന്ന് തോന്നും. ഈ ദുർബല മനസ്ഥിതിക്കാർ നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പരമ്പര സനദില്ലാതെ ഒരു സംഗതിയും സ്വീകരിക്കാൻ പറ്റൂല എന്ന് നിങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ? അപ്പറഞ്ഞത് ആര് പഠിപ്പിച്ചു തന്നതാ? ഈ നാദാവത്ത് പ്രസംഗിച്ച മൗലവി പഠിപ്പിച്ചു തന്നതാ. അതിന്റെ ക്ലിപ്പിൽ ഞാൻ പ്രസംഗത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുജാഹിദിന്റെ ക്ലാസ് കേട്ട് സുന്നത്ത് ജമാഅത്തിൽ മാറിപ്പോകുന്നതിന് പകരം ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ തയ്യാറാവുക. അപ്പൊ സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാതൃഭൂമിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് തുല്യനാണ് കാന്തപുരോ നേതിന്ന് പച്ചക്കള്ളം പറയും. എന്താ ഇതിനുള്ളത്? നീണ്ട 23 വർഷക്കാലം നടുനിവരാൻ പോലും അനുവദിക്കാത്തത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ആ മഹാത്മാവിനു സാധിച്ചെങ്കിൽ
ഇതുവരെയും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ആ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം